അപ്പൊ നൊയമ്പ് കാലത്ത് ഇതിനോടൊക്കെ എന്തൊക്കെ കറികൾ അമ്മ ഉണ്ടാക്കി? മുളപ്പിച്ച പയറുതോരൻ, കൂണ് തോരൻ. കൂണ് തോരൻ അതാ പറയാൻ വന്ന, കൂണ് തോരൻ, പയറ് കറി, ചാറ്. അതെ, ഇനി എണ്ണപ്പയറ് ചാറുകറി ഉണ്ടാക്കണം, വൻപയർ ചാറുകറി ഉണ്ടാക്കിയേക്കണേ. പിന്നെ പറയാം ചമ്മന്തിപ്പൊടി, ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി. പിന്നെ ഇനിയിപ്പോ ഉണ്ടാക്കാൻ പോണത് ചക്കക്കുരു അല്ലല്ലോ, ചക്കക്കുരു മുരിങ്ങക്കോലും ഉണ്ടാക്കിയോ? ചക്കക്കുരു മാങ്ങാത്തലി ഉണ്ടാക്കി, മുരിങ്ങക്കോലല്ല. അപ്പടി പറയണം മാങ്ങ മേടിക്കാം, മാങ്ങാത്തലി ഉണങ്ങാൻ. ഇപ്പൊ മാങ്ങാത്തലിയോട് പറഞ്ഞപ്പോഴാ ഓർത്തെ. പിന്നെ നമ്മള് കുറുക്കി ഉണ്ടാക്കിയില്ല. ഇനി പലതും ഉണ്ടാക്കാനുണ്ട്. 10-20 ദിവസമല്ലേ. ഈ സൺഡേ വരുമ്പോ 3 ആഴ്ചയാവും. പെട്ടെന്ന് ദിവസം പോണം. അതിലൊരെണ്ണാണ് ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഒരു നൊയമ്പ് കറി എന്ന് പറയാറില്ല, പക്ഷെ വേണമെങ്കിൽ അങ്ങനെ പറയാം, തൊട്ടുകൂട്ടാൻ. ഇതൊരു അച്ചാറ് എന്നുള്ള ലേബലിലും ഇതിനെ പറയാം. ഒരു കറി എന്ന് നമുക്ക് അധികം പറയാൻ പറ്റില്ല, എന്നാലും പറഞ്ഞാലും തെറ്റൊന്നുമില്ല. മതി, അങ്ങനെയും പറയാം. പിന്നെ ഒരു തൊട്ടുകൂട്ടാനെന്നും പറയാം. ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മള് കല്യാണങ്ങൾക്ക് ചെല്ലുമ്പോ ഇത് കാണാറുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം കണ്ടത് തെള്ളകത്ത. അരിയാണോ അത്? അന്നപൂർണ. ആ തെള്ളകത്തെ അന്നപൂർണയെന്ന് മീൽസ് വിളമ്പി. ഇപ്പൊ ഇവള് പറഞ്ഞു ഇതേ ഇങ്ങനെ ഇവള് പറയൂ കേട്ടോ, ഇങ്ങനെ കുനുകുനൂന്ന് നീളത്തിലരിഞ്ഞ ക്യാരറ്റും വാങ്ങിയെന്ന്. അപ്പൊ ഇങ്ങനെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അവര് വേറെ വല്ല പൊടികൾ ഇടണ്ടോന്ന് അറിയില്ല. ഞാനിപ്പോ ഉലുവാപ്പൊടിയും കായപ്പൊടി, പിന്നെ നിങ്ങൾ കണ്ടല്ലോ കാശ്മീരി മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇത്ര ഇട്ടേക്കണം. കുരുമുളകൊന്നും ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ക്യാരറ്റും വാങ്ങി. അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഉപ്പ്, അത്രേ ഉള്ളൂ. നൊയമ്പ് കാലത്ത് ഇച്ചിരി പുളിയുള്ള കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസാ കഴിക്കാൻ. നൊയമ്പ് കാലത്തില്ലേ, രസത്തിൽ കഴിക്കാനല്ല, നൊയമ്പ് കാലത്ത് ഭക്ഷണമൊക്കെ കുറച്ച് നല്ല രീതിയിലൊക്കെ നല്ല ചിന്തകളൊക്കെ ആയിട്ട് ഇരിക്കുക, പ്രാർത്ഥിച്ചും പരിപാടികളൊക്കെ ആയിട്ട്. പ്രത്യേകിച്ച് ജീവിതത്തിന്റെ പകുതി ഭാഗമൊക്കെ മധ്യാഹ്നമൊക്കെ കഴിഞ്ഞവര്, പ്രത്യേകിച്ച് അല്ലാത്തവരും എല്ലാവർക്കും നല്ലതാട്ടോ. ഞാൻ അങ്ങനെ പറഞ്ഞ് മധ്യാഹ്നമെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം ചെറുപ്പക്കാരെല്ലാം ജോലിക്ക് പോണവരായിരിക്കും. അവരെ സംബന്ധിച്ച് അല്ലാതെ ചിന്തിക്കാനൊന്നും സമയം ചിലപ്പോൾ ഐ.ടിക്കാർക്കൊന്നും ഒട്ടും സമയം ഉണ്ടാവില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളൊക്കെ കുടുംബിനികളും ഗൃഹസ്ഥരും വീട്ടിൽ റിട്ടയർ ചെയ്ത ആണുങ്ങളൊക്കെ റിട്ടയർ ചെയ്തൊക്കെ ഇരിക്കണവരാകുമ്പോൾ വീട്ടിലിരുന്ന് വീട്ടിലുണ്ടാക്കണ ഭക്ഷണം കഴിക്കുള്ളൂ. അപ്പൊ നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ലല്ലോ. ജോലി സംബന്ധിച്ച് ആണുങ്ങൾക്കൊന്നും ടെൻഷൻ ഇല്ല. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നല്ലതായിരിക്കും, ചിന്തിച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ.